നമസ്കാരം. ഞാൻ ഉമാശങ്കരൻ US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സംതൃപ്തിക്കും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മളെപ്പോഴും പുറം ലോകത്ത് തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് ആനന്ദവും സംതൃപ്തിയുമെന്ന് ആരും അറിയുന്നില്ല, അറിയാനൊട്ട് ശ്രമിക്കുന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. ഉള്ളിലേക്ക് നോക്കാൻ ഏറ്റവും ഒരു എളുപ്പ വഴിയെന്ന് പറയുന്നത് ശ്വാസത്തിലേക്ക് മനസ്സിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ശ്വാസത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഒരു നിമിഷം ഒന്ന് നോക്കിക്കാണുക. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ദേഷ്യം വരുമ്പോൾ, ഭയം വരുമ്പോൾ, ഉത്കണ്ഠ വരുമ്പോൾ, സഹിക്കാനാവാത്ത ദുഃഖം വരുമ്പോഴൊക്കെ നമ്മുടെ ശ്വാസത്തിൻ്റെ ഗതി വളരെ വേഗതയിലാകുന്നു. ഇപ്പം നമ്മൾ അസ്വസ്ഥരാകുന്നു. നമ്മൾക്ക് സ്വസ്ഥതയിലേക്ക് പോകാനുള്ള ഒരു മാർഗമാണ് ശ്വാസത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്. സ്വാഭാവികമായും ശ്വാസം എടുക്കുന്നതും വിടുന്നതും അല്പനേരം ഒന്ന് ശ്രദ്ധിക്കുക. ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു സെക്കൻഡുള്ളിൽ പിടിച്ചു നിർത്തുക. പൂർണ്ണമായിട്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് ആഴത്തിലെടുക്കുക. അല്പസമയം ഒരു സെക്കൻഡുള്ളിൽ നിർത്തുക. പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിടുക. ഒരു തവണ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു സെക്കൻഡുള്ളിൽ നിർത്തുക. പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിടുക. നമ്മുടെ ശ്വാസം മനസ്സിൻ്റെ താളത്തെ നിയന്ത്രിക്കുന്നു. ശ്വാസത്തിൻ്റെ നിയന്ത്രണം തെറ്റിയാൽ ചിന്തകളുടെ നിയന്ത്രണവും തെറ്റും. ചിന്തകളുടെ നിയന്ത്രണം തെറ്റിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റും. ശ്വാസത്തിനൊരു താളമുണ്ട്, സ്വാഭാവികമായ താളം. ആ താളത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ആരും ബലം പ്രയോഗിക്കരുത്. ശാന്തമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നമ്മൾ അല്പസമയം നിരീക്ഷിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയം മാന്ന് ഭാവിച്ചുകൊണ്ട് എടുക്കുക. മാന്ന് ഭാവിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഭാവിക്കുക. ആരും പറയണ്ട. പുറത്തേക്ക് വിടുമ്പോൾ ഓം എന്ന് ഭാവിച്ചുകൊണ്ട് വിടുക.